ഡെഫിനറ്റ്ലി യെസ്. എനിക്ക് മാറ്റാനുണ്ട്. എനിക്ക് ഇയാളെ തന്നെ മാറ്റിയാൽ കൊള്ളാറുണ്ട്. അതിന് അപർണ ജീവ ഡിവോഴ്സ് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നമാണ്. അവരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് പബ്ലിക് ആവും, അല്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയമാവും. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഫുൾ ഫ്രീഡം കൊടുക്കുന്ന ഒരു കപ്പിൾസ് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവരുടെ കാര്യം തന്നെ ഇങ്ങനെ ആവുമ്പോൾ ഒരുപാട് കമന്റ്സും ട്രോൾസും ആണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപർണയുടെ ചില പോസ്റ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അപർണ പറയാതെ തന്നെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് ചർച്ച ചെയ്യണമെന്ന് തോന്നി. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ് സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ഒരു റീൽസിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. Would you change anything in your relationship? ചേച്ചി യെസ് കാണിച്ചു. ജീവ ചേട്ടൻ ഞാനും കാണിച്ചായിരുന്നു. ഇല്ല, യെസ് ഞാൻ കാണിക്കും എപ്പോഴാണെന്നറിയാം. എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി യെസ്. എനിക്ക് മാറ്റാനുണ്ട്. എനിക്ക് ഇയാളെ തന്നെ മാറ്റിയാൽ കൊള്ളാറുണ്ട്. അതിന് എന്റെ മറുപടി യെസ് പ്ലീസ്. ശരിക്കും യെസ്. ഇയാളെ തന്നെ മാറ്റിയാൽ കൊള്ളാന്നുണ്ട്. ഒന്നാമത് ആങ്കറോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അവരുടെ ഉദ്ദേശം എന്താ? റീച്ച്. സംഭവം ഇതൊരു ഫണ്ണായിട്ട് പറഞ്ഞാണെങ്കിലും ഇപ്പൊ അതൊക്കെ ഏകദേശം തീരുമാനമായി. കമന്റ് സെക്ഷൻ മൊത്തം വന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ ജീവിതം തന്നെ തെളിയിച്ചു എന്ന് പറഞ്ഞിട്ടാ. ശരിക്കും യെസ് യെസ്. എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. പറയ് ചേച്ചി. ചേച്ചി വിഷമിക്കണ്ട. ഇത് സാധനം ഇന്റർവ്യൂ മാറ്റി ഇപ്പൊ കഥകൾക്കപ്പുറം ലൈഫിൽ ഇങ്ങനെ പോകുമ്പോ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താനൊക്കെ ഉണ്ടാവും. അതെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. എനിക്ക് ആ ചേഞ്ച് വരുത്തിയ കൊള്ളാന്നുണ്ട്. പഴയ പോലെ അല്ല, മാർക്കറ്റ് ഇല്ല. അത് ആ ഒരു വിചാരം കൊണ്ട് അത് നല്ലതാ. പക്ഷെ എനിക്ക് മാർക്കറ്റ് യെസ് ഉണ്ട്. ആരുടെ ഇടയിൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് വരുമ്പോഴാണ് അത് നല്ലൊരു റിലേഷൻഷിപ്പ് ആവുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്തായാലും ഇതേ അവസ്ഥയും. അത് ഇവരുടെ മാത്രമല്ല, വീഡിയോ കണ്ടോണ്ടിരിക്കണം നിങ്ങളുടെ ആണെങ്കിലും ഈ റിയാക്ട് ചെയ്തോണ്ടിരിക്കണം എന്റെ ആണെങ്കിലും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപർണ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിൽ ടാഗ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം. റീസൺ ടു ഫോളോ ഓർ അൺഫോളോ മീ. Hate calls, text me please. I charge what I worth. I am a dog person. I believe in therapy. I don't believe in acting your age. I'm not a people pleaser. I don't believe in forgive and forgot. ക്ഷമിച്ച് എല്ലാം മറന്നു കളയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നും പറയാതെ തന്നെ പറഞ്ഞു എന്നുള്ളൊരു ലെവലാണ്. കാണുന്നത് നമുക്ക് മനസ്സിലാക്കാലോ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ. ചിലവരങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാപ്പ് കൊടുക്കണ പരിപാടി ഇല്ല, അതെന്താണെങ്കിലും. ചിലവര് ക്ഷമിച്ച് ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോ പീപ്പിൾസിനെ അല്ലെങ്കിൽ ഓരോ മനുഷ്യരെ അടിസ്ഥാനമാക്കിയിരിക്കും. അതിനൊന്നും നമുക്ക് ആരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, കാരണം അവരങ്ങനെയാണ്. ഒരുപാട് വർത്തമാനം പറയുന്ന ആൾക്കാരൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. അത് അവരെല്ലാം തികഞ്ഞവരായും കൊണ്ടല്ല, അതിന്റെ അപ്പുറം അനുഭവമുള്ളവരായും കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അപർണ തന്നെ ഇന്റർവ്യൂവിൽ മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യം മാറ്റി പറയുന്നുണ്ട്. ഇപ്പോ അതൊന്ന് കാണാം. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത് I won't say adjustment, I won't say sacrifice because that two terms are bullshit in your relation. അതൊന്നുമല്ല, അഡ്ജസ്റ്റ്മെന്റും സാക്രിഫൈസ് ഒന്നുമല്ല. കമ്മ്യൂണിക്കേഷൻ, just like you said, transparency is very, very, very important. Super important. It is your partner. It is your, like you are a couple. You should have that transparency. You shouldn't be hiding anything from that person. ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. അതായത് ട്രാൻസ്പെറൻസി വേണം. കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആ ഒരു പക്ഷക്കാരൻ തന്നെയാണ് ഞാനും. എന്തുണ്ടെങ്കിലും സംസാരിച്ച് തീർക്കുക. അത് സംസാരിക്കല്, അതായത് പറയുന്ന കാര്യം കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാരെ പറഞ്ഞത് ആ റിലേഷൻഷിപ്പ് അവിടെ നിന്ന് പോവുകയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇത് മുമ്പ് പറഞ്ഞ ഒരു ഇന്റർവ്യൂത്തെ കുറച്ച് വാക്കുകളാണ്. അഖിൽമാരാറെ ഇവിടെ കോപ്പി അടിക്കാന്നൊന്നും പറയേണ്ട അപർണ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം മാറ്റുന്നതും കൊണ്ട് പ്രശ്നമില്ല. ഇപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി പൊതുവെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ വേണമെന്നാണോ വാട്ട് യു ഫീൽ? നോട്ട് റിയലി. അത്രയും വേണ്ട, അത്രയും ട്രാൻസ്പെറൻസി വേണം എന്ന് പറയുന്ന ഒരാളല്ല ഞാന്. കുറച്ചൊക്കെ ആവാം, പക്ഷെ നമ്മുടെ അതായത് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, ഇന്നലെ ഉള്ള നമ്മുടെ അഭിപ്രായമായിരിക്കും ഇന്ന്. ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് മാറ്റാലോ. ഞാൻ ഇത്രയും നാള് ചിന്തിച്ചതൊക്കെ തെറ്റായിരുന്നു എന്നുള്ളത് അതൊക്കെ ഓരോ ആൾക്കാരുടെ അനുഭവങ്ങളാണ്. അപ്പൊ ഇതിനൊന്നും നമുക്ക് അധികം ട്രോളേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റൂ. പക്ഷെ ഇതേപോലെയുള്ള കപ്പിൾസിന്റെ ബ്രേക്കപ്പും കാരണം കൊണ്ട് അനുഭവിക്കാൻ പോകുന്ന ഒരുപാട് കുട്ടികളാണ്. കണ്ടിട്ടുണ്ടാവും, അച്ഛനും അമ്മയും വേറെ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കുട്ടി ഇല്ലാത്തതുകൊണ്ട് അത് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അനാവശ്യ ചോദ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദിക്കുന്നവരൊരിക്കലും ഇതാവില്ല. അല്ല, നിങ്ങൾ ഗുഡ് ഇന്റൻഷനോട് കൂടിയാണ് ചോദിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടം, അങ്ങനെ വിചാരിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതായത് ഇപ്പൊ നമ്മുടെ ഇതിൽ ഒരു ഫാമിലി ലൈഫ് പൂർത്തിയാവുന്നത് രണ്ടുപേർക്ക് ഒരു കുട്ടി വരുമ്പോഴാണല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇപ്പം
മൂന്നാമതൊരാളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഓക്കെ ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് വരണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് വരുമ്പോൾ അവനെ നോക്കാൻ അല്ലെങ്കിൽ അവളെ നോക്കാൻ, കുഞ്ഞിനെ നോക്കാനും ഇപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ചെറുതിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. അതൊന്നും വരാതെ ഒരു പീസ്ഫുൾ, ഞങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടി സമയം മാറ്റി വെക്കാൻ പറ്റണം. അങ്ങനെ ഒരു ടൈം, എന്താ പറയാ, ഒരു ഗുഡ് ലൈഫ്, ഒരു എന്താ പറയാ ഫെസിലിറ്റീസ്, ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം ഒരു ബേബി നമ്മൾ ഈ വേൾഡിലേക്ക് കൊണ്ടുവരുമ്പോൾ. അതൊക്കെ നോക്കിയിട്ട് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ചോദിക്കാൻ ഒന്നുമില്ല. വെരി ഷോർട്ട്, ആസ് ഇഫ് നൗ വി ഡോണ്ട് ഹാവ് എനി പ്ലാൻസ്. ആസ് ഇഫ് നൗ സീറോ പ്ലാൻസ്, വി ആർ നോട്ട് ഈവൻ തിങ്കിങ് ഓഫ് ഹാവിംഗ് എ ബേബി അറ്റ് ദ മൊമെന്റ്. ഓക്കെ, സോ ബേബി പ്ലാൻസ് ക്വസ്റ്റ്യൻ ചോദിച്ച എല്ലാവരോടും പറയാനുള്ളത് ഒരു കാര്യം, എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ചാൽ എത്ര പറഞ്ഞാലും എനിക്കറിയില്ല തലയിലേക്ക് കയറും എന്നുള്ളത് അറിയത്തില്ല. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇങ്ങനെ വേറെ ആരോടും ചോദിക്കാതിരിക്കുക. ബിക്കോസ് ഇറ്റ് ഇസ് സോ ഇറലവന്റ്. നിങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ബ്രേക്കപ്പിന് ശേഷം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പിരിഞ്ഞതിന് ശേഷമൊക്കെ ഓരോ ആൾക്കാരുടെ സ്റ്റാറ്റസ് കാണണം, ഞാനെന്തോ വലിയ കാര്യം നേടി എന്നുള്ളതൊക്കെ പറഞ്ഞ പോലെ. അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇത് അപർണയുടെ കേസിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ മറ്റേ ഫിനിക്സ് പക്ഷി ഉയരണ പോലെയാണ്. ഇതിന്റെ ആവശ്യം എന്തിനാ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം? ഇതൊക്കെ പുറത്തേക്ക് കോണ്ടന്റ് കൊടുക്കുമ്പോഴാണ് അതൊരു കോണ്ടന്റ് ആയി മാറുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സെപ്പറേഷൻ ഒരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കാതിരിക്കുക. പിന്നെ അത് ട്രെൻഡായി മാറും, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇപ്പൊ തന്നെ അപർണ ഇട്ടിരിക്കുന്ന പോസ്റ്റ് തന്നെ നോക്കിക്കോ, അതിന്റെ ബാക്കിൽ ഒരു പക്ഷി പറന്നു പോകുന്ന ഒരു സംഭവം. അതിന്റെ മലയാളീകരിച്ച വെർഷൻ ഞാൻ വായിച്ചുതരാം. നിങ്ങളിൽ പലരും എന്നിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനായി ഏറെ നാളായി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത്തവണ ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണ്. അതെ, ഞങ്ങളുടെ വിവാഹബന്ധം അവസാനിച്ചു. കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോയില്ല. സത്യസന്ധമായി പറഞ്ഞാൽ അത് തുടരാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഇത് എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേർക്കും ഇത് ബുദ്ധിമുട്ടുള്ള തീരുമാനമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് വേണ്ടി എനിക്ക് തന്നെ എടുക്കേണ്ടിയിരുന്ന ഒരു തീരുമാനമായിരുന്നു അത്. ഇന്ന് എനിക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും, ഞാൻ സമാധാനത്തിലാണ്, ഞാൻ സന്തോഷത്തിലാണ്, എനിക്ക് സുരക്ഷിതത്വം തോന്നുന്നു. വളരെ കാലത്തിന് ശേഷം ഇപ്പോൾ എന്റെ മനസ്സിൽ വലിയൊരു ഭാരം കുറഞ്ഞതുപോലെ തോന്നുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാനോ ഓരോ കാര്യവും തുറന്നു പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല കാര്യം, അതിന്റെ ഇടയിൽ കോള്. കാരണം ചില കാര്യങ്ങൾ വളരെ വ്യക്തിപരമാണ്. ഇനി മുമ്പോട്ട് പോകാനും എന്റെ ജീവിതം സമാധാനത്തോടെ ജീവിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു കാര്യം അതിൽ അവസാനിപ്പിക്കുക. ഇതേപോലെ ഉപന്യാസമൊക്കെ എഴുതി അതിന്റെ ബാക്കിൽ ഒരു പക്ഷി പറന്നു പോകുന്ന ആ പോലത്തെ സംഭവങ്ങളും വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ആൾക്കാർക്ക് ഇതൊരു ട്രെൻഡായി എടുക്കാനേ താല്പര്യം ഉണ്ടാവുള്ളൂ. ഞാനെന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള ലെവലില് ഞാൻ പറയുന്ന കാര്യം ചിലവർക്കെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ ജീവയും ഒരു റൈറ്റപ്പ് ഇട്ടിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്തോ വലിയ സംഭവം ചെയ്ത പോലെ കാണിക്കാതെ അതൊക്കെ നോർമലൈസ് ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ അഭിപ്രായം മാത്രമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് തുടർന്ന് വന്ന താല്പര്യമില്ല, ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു, അത്ര മതി. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ആർക്കും വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ട്രെൻഡായി ആരും എടുക്കാതിരിക്കുക, അത്രയ്ക്ക് പറയാനുള്ളൂ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. തീർച്ചയായിട്ടും അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.